ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ചേനയും മത്തങ്ങയും കായും, ഏത്തക്കായോ കറിക്കായോ ഏതായാലും കുഴപ്പമില്ല, മൂന്നും കൂടി ചേർത്ത് ഒരു അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കാം. ആദ്യം ഇത് മൂന്നും ചെറുതായി അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ചേന ഏറ്റവും അടിയിലിടുക, കാര്യം ഏറ്റവും കൂടുതൽ വേകേണ്ട ചേനയാണ്. ചേന അടിയിലിടുക, അതിന് മീതെ കായും അതിന് മീതെ മത്തങ്ങായും ഇടുക. ചേന അടിയിൽ പോകണം, മത്തങ്ങയ്ക്ക് പെട്ടെന്ന് വേകുന്നതുകൊണ്ട് കുഴപ്പമില്ല, എവിടെ കിടന്നാലും കുഴപ്പമില്ല. കായ പിന്നെ ഏറ്റവും ചെറുതായിട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. മുഴുപ്പായിട്ടാണ് ഇരുന്നെങ്കിൽ കായ അടിയിൽ കൊടുക്കുക. അപ്പം മത്തങ്ങ, ചേന, കായ, ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി കൂടി അത് വിട്ടു. ഇനി കറിവേപ്പില ഇടാം. ഇടുമ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റിയിടണേ. എന്നിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിലും കേൾപ്പിക്കുക. കാര്യം എല്ലാം വെന്ത് ഉടയുന്ന പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. കറിവേപ്പില ഇട്ടു, ഒരു സൈഡിലേക്ക് വിസിലിൻ്റെ തൊട്ട് താഴത്ത് വരരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. തേങ്ങ ചതച്ചെടുക്കണം. അതിനോട്ടൊരു അല്പം തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, 1-2 അല്ലി വെളുത്തുള്ളി, നിങ്ങളുടെ രുചിക്കനുസരിച്ച് 1 അല്ലി ആയാലും മതി, അതല്ലെങ്കിൽ 2 അല്ലി ആയാലും കുഴപ്പമില്ല. 1-2 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചു. കുക്കർ വിസിൽ കേട്ടു. അപ്പോൾ 2-3 വിസിൽ കേട്ടോ. 2-3 വിസിൽ അത് കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വിസിൽ ആയി. നമുക്ക് കുക്കർ വിസിൽ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ചൂട് കൊണ്ട് ആ തേങ്ങ ഒന്ന് വെന്തോളും, വേറെ വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. പച്ചച്ചവ ഇവിടെ തന്നെ മാറിക്കോളും. പിന്നെ നമ്മൾ കടുക് പൊട്ടി ചേർക്കുമ്പോഴേക്കും അവിടെയും കൂടെ ഒന്ന് വേവ് വരുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് വലിയൊരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളക്, ഉഴുന്ന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ഉഴുന്ന്, കറിവേപ്പില ചേർത്ത് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് വറക്കാം. ബാക്കി തേങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉരുളിയാകുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. നല്ല സ്ഥലവും വേണമല്ലോ, കാരണം അത്രയും സാധനം ഉണ്ടല്ലോ, 1 കുക്കറോളം കറി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഇളക്കേണ്ടതല്ലേ. അപ്പം തേങ്ങ നന്നായിട്ട് നല്ല ചുമക്കെ തന്നെ വറക്കണം കേട്ടോ. ഏകദേശം ചുമന്ന് വരുന്നുണ്ട്. നന്നായി ചുമന്ന ശേഷം അല്പം കുരുമുളക് പൊടി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ഒരു വറുത്ത തേങ്ങയും കുരുമുളകൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ഫ്ലേവറാണ്. ഇനി നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ചുടച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൊത്തം മത്തങ്ങയും ചേനയും കായും എല്ലാം കൂടി ചേർത്ത് ഉടച്ചത്, തേങ്ങ കൂടി ചേർത്ത് ഉടച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി മീതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു അടിപൊളി സദ്യ വട്ടത്തിലെ കറിയാണ് കേട്ടോ. ഓരോ നാട്ടിലും തിക്നെസ് വ്യത്യാസമുണ്ട്. പത്തനംതിട്ട, തിരുവനന്തപുരത്തൊക്കെ പോകുന്നത് കുറച്ച് അല്പം ലൂസായി ചാറ് പോലെ ഉണ്ടാവും. തിരുവിതാംകൂറിൽ വരുമ്പോൾ അല്പം കട്ടിയിലാണ്, വച്ചാൽ ഓടിപ്പോകാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സദ്യ വട്ടത്തിലെ കറിയാണ് നമ്മുടെ എരിശ്ശേരി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ പറഞ്ഞാലും ശരി, നിർബന്ധമാണ്, ആരും ചെയ്യത്തില്ല.
ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പം ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.